നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. 2025 ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. ഒന്നാമതായി, ഗുരു നവംബർ 11 മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു. കൂടാതെ ഗുരു ഡിസംബർ 5 മിഥുനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയും ചെയ്യുന്നു. അടുത്തതായി ചൊവ്വ 2025 നവംബർ 5 മുതൽ 2026 ഏപ്രിൽ 1 വരെ മൗഢ്യാവസ്ഥയിലാകുന്നു. അടുത്തതായി ശനി 2025 ജൂലൈ 13 മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി 2025 നവംബർ 28 മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും. അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം, ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഡിസംബർ 1 മുതൽ ഡിസംബർ 15 വരെ വൃശ്ചിക രാശിയിലും ശേഷം ഡിസംബർ 31 വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. കുജൻ ഡിസംബർ 7 വരെ വൃശ്ചിക രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു. ബുധൻ നവംബർ 23 വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ 6 വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു. ശുക്രൻ നവംബർ 26 വൃശ്ചികത്തിൽ പ്രവേശിച്ചു. ഡിസംബർ 20 ധനുരാശിയിലേക്ക് രാശി മാറും. ഗുരു ഡിസംബർ 5 മിഥുനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കന്നി രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ്. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. ഡിസംബർ മാസത്തിൽ കന്നിരാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. 12ാം ഭാവാധിപനായ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 3 ഗ്രഹങ്ങളുമായി യോഗം ചെയ്താണ് 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. രാശ്യാധിപനായ ബുധനോടും സ്വക്ഷേത്രവാനായി ബലവാനായി നിൽക്കുന്ന ചൊവ്വയോടും ധനഭാവാധിപനായ ശുക്രനോടും കൂടിയാണ് സൂര്യൻ നിൽക്കുന്നത്. ഈ യോഗം ആരോഗ്യവർദ്ധനവിനെയും ആത്മധൈര്യത്തെയും കുടുംബ ഐശ്വര്യത്തെയും കാണിക്കുന്നു. ഏത് കാര്യവും ചെയ്യാനുള്ള കഴിവും തൻ്റെ ഇടവും ഈ സമയത്ത് ലഭിക്കുന്നു. രോഗികൾക്ക് രോഗശമനവും ശത്രുക്കളുടെ ശല്യമുള്ളവർക്ക് ശത്രുനാശവും ഉണ്ടാകുന്നു. എന്നാൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ 12ാം ഭാവാധിപനായ സൂര്യൻ, അഷ്ടമാധിപനായ ചൊവ്വ എന്നിവരുടെ സുഖസ്ഥാനത്തേക്കുള്ള സഞ്ചാരം സുഖഹാനിയെ സൂചിപ്പിക്കുന്നു. ഇത് ശാരീരിക ക്ലേശങ്ങൾക്കും കുടുംബത്തിൽ സമാധാനക്കുറവിനും വഴിതെളിക്കുന്നു. കൂടാതെ രാശ്യാധിപനായ ബുധൻ്റെ 3ാം ഭാവത്തിലെ സ്ഥിതിയും അനുകൂലമല്ല. അടുത്തതായി കർമ്മരംഗത്തെക്കുറിച്ച് ചിന്തിക്കാം. 10ാം ഭാവാധിപനായ ബുധൻ ഡിസംബർ മാസത്തിൽ കന്നിരാശിയുടെ 2, 3 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഡിസംബർ 6 വരെ ബുധൻ വളരെ നല്ല ഫലങ്ങളാണ് കർമ്മരംഗത്ത് നൽകുന്നത്. ചാരവശാൽ 3ാം ഭാവം ബുധന് അനുകൂല ഭാവമല്ല എങ്കിലും ശുക്രൻ, ചൊവ്വ, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുമായി യോഗം ചെയ്യുന്നതിനാൽ തൊഴിൽ സ്ഥലത്ത് അഭിവൃദ്ധി ഉണ്ടാക്കും. 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ചൊവ്വ വിദേശത്ത് തൊഴിൽ ഭാഗ്യം നൽകുന്നു. കൂടാതെ കർമ്മരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകുന്നു. പക്ഷേ തൊഴിൽ സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഉത്തരവാദിത്തങ്ങൾ കൂടും. തൊഴിൽ സ്ഥലത്തെ അധികാരികളോട് രമ്യതയിൽ പെരുമാറാൻ ശ്രമിക്കണം. 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഗുണഫലങ്ങൾ നൽകും. 7ാം ഭാവാധിപനായ വ്യാഴം 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബിസിനസ്സിന് അനുകൂലത നൽകുന്നു. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. വിദേശ ബിസിനസ്സുകൾ ഈ സമയത്ത് തുടങ്ങാം. 5ാം ഭാവാധിപനായ ശനി 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാം. വിദേശ പഠനത്തിന് അനുമതിയും ലഭിക്കും. 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് എല്ലാം ശരിയായി തന്നെ കൊണ്ടുപോകും. ദമ്പതികൾക്ക് സമയം അനുകൂലമല്ല. 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും മാസത്തിൻ്റെ 2ാം പകുതിയിൽ 7ാം ഭാവത്തിലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടിയും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. ശുക്രൻ്റെ 4ലെ സ്ഥിതിക്ക് മേൽപ്പറഞ്ഞ പ്രയാസങ്ങളെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും. പ്രണയിക്കുന്നവർക്കും സമയം അത്ര അനുകൂലമല്ല. വിവാഹാലോചന നടത്തുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം.
പക്ഷേ എല്ലാ കാര്യങ്ങളിലും ദൈവാധീനം ഉണ്ടായിരിക്കും. ഭാഗ്യഭാവാധിപനായ ശുക്രൻ മാസത്തിൻ്റെ 2ാം പകുതിയിൽ ധനവരവ്, കുടുംബസുഖം എന്നിവ നൽകും. നിങ്ങൾക്ക് കണ്ടകശനിയുടെ സമയമാണിപ്പോൾ. വ്യാഴത്തിൻ്റെ കർമ്മഭാവത്തിലെ സ്ഥിതിയും സുഖസ്ഥാനത്തേക്കുള്ള ദൃഷ്ടിയും വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. ശനിദോഷത്തെ കുറയ്ക്കുകയും ചെയ്യും. 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ചിലവുകൾ ഉണ്ടാക്കും. പരദേശവാസത്തെയും ബന്ധുക്കളുമായുള്ള അകൽച്ചയും സൂചിപ്പിക്കുന്നു. എന്നാൽ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു കുടുംബസുഖത്തെയും ശത്രുവിജയത്തെയും ഗ്രഹഭാഗ്യത്തെയും കാണിക്കുന്നു. ഡിസംബർ മാസം പൊതുവെ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. അനുകൂലരല്ലാത്ത ഗ്രഹങ്ങളെ കൂടി പ്രീതിപ്പെടുത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. അതിനുവേണ്ടി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഉത്തമം. ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്താൻ മറക്കരുത്. ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തിയാൽ നല്ലത്. എല്ലാ ദിവസവും നാമം ജപിക്കുകയും ചെയ്യുക. എല്ലാ പ്രയാസങ്ങളും അകന്നുപോകും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.